ൂടെ ഒരുവനെ സൃഷ്ടിച്ച് ജീവൻ കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ചു. അവൻ അധികാരവും പണവുമുള്ളവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആയിരുന്നില്ല അത്, മറിച്ച് പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. അവന്റെ പേര് പ്രപഞ്ച സൃഷ്ടി. അവൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഘോരമായി നിലകൊണ്ടു എങ്കിലും ലോകത്തിന്റെ കപടശക്തികളുടെ മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചരിത്രധാരകളിൽ എന്നും എപ്പോഴുമുണ്ട് ഇത്തരം സങ്കീർണമായ രണ്ട് ധ്രുവങ്ങൾ, നന്മയും തിന്മയും. അവയുടെ ദൃശ്യാവിഷ്കാരമാണ് ഇത്. ഈ കഥ തികച്ചും സാങ്കല്പികമാണ്. ആരെയും ഇവിടെ പരാമർശിക്കപ്പെടുന്നില്ല. സമൂഹത്തിന്റെ തിന്മകൾ കോർത്തിണക്കി ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഏവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടെ തുടങ്ങട്ടെ. പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി. എന്നെ ഏൽപ്പിച്ച ശില്പം ഞാൻ പൂർത്തിയാക്കി. ശില്പി, ഞാൻ ആഗ്രഹിച്ചതിലും മനോഹരമായിരിക്കുന്നു നിന്റെ ശില്പം. ഇനി അടിയൻ എന്താണ് ചെയ്യേണ്ടത്? ശില്പി, നീ നിന്റെ ശില്പത്തിന് ജീവൻ നൽകൂ. ഗുരുവേ, അത് അടിയനെ എങ്ങനെ സാധിക്കും? അതിനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകും. എങ്കിൽ അങ്ങയുടെ ഇഷ്ടം പോലെ. എന്നാലും അത് എങ്ങനെ ഗുരുവേ? ആ കിടക്കുന്ന വടി നീ കാണുന്നില്ലേ? ഓ, ആ വടിയെടുത്ത് അവന്റെ നേരെ ചൂണ്ടുക. അവൻ ജീവനുള്ളവനാകും. ജീവൻ നൽകാൻ മാത്രമല്ല, ജീവൻ തിരികെ എടുക്കാനും ആ വടിക്ക് സാധ്യമാകും. ഇത് നഷ്ടപ്പെടുത്താതെ കയ്യിൽ സൂക്ഷിക്കുക. ശില്പി, അവൻ നഗ്നനും അതിശക്തിമാനുമാണ്. അവന്റെ ശക്തി ക്ഷയിക്കണം. കാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കണം. നഗ്നത മറയ്ക്കാൻ ഞാൻ എന്റെ കരുതൽ വസ്ത്രങ്ങൾ നൽകാം. ശക്തി ക്ഷയിക്കാൻ ഞാൻ എന്ത് ചെയ്യും ഗുരുവേ? ബന്ധിക്കാൻ അവൻ ആലസ്യത്തിൽ നിന്ന് ഉണരും മുമ്പ് ആ കിടക്കുന്ന ചങ്ങലകളാൽ
അവനെ ബന്ധിക്കണം. ശക്തി ക്ഷയിക്കാൻ അവന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവും ഉണ്ടാക്കൂ. പിന്നീട് എന്ത് ചെയ്യണമെന്ന് നിന്നിലൂടെ ഞാൻ ചെയ്തു കൊള്ളാം. ശരി ഗുരുവേ. സൃഷ്ടി! ആരാണ്? ഞാൻ നിന്റെ സൃഷ്ടാവാണ്, നീ എന്റെ സൃഷ്ടിയും. ഈ മുറിവുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അല്പം വെള്ളം. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? പറയാം. നീ ആ ശബ്ദം കേൾക്കുന്നില്ലേ? കാപട്യത്തിന്റെയും വഞ്ചനയുടെയും ചതിയിൽപ്പെട്ട് അശക്തരായ ജനങ്ങളുടെ രോദനം നീ കേൾക്കുന്നില്ലേ? നിസ്സഹായരായ ജനങ്ങളുടെ വേദനയുടെ വിലാപം. രാഷ്ട്രീയ കുടിപ്പകകളിൽ മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, അധികാരത്തിന്റെ കൊഴുപ്പിൽ നിയമത്തെ പോലും വിലക്കെടുത്ത് നിരപരാധികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അത് ഏറ്റുവാങ്ങുന്ന പാവങ്ങളുടെ രോദനം, അത് നീ കേൾക്കുന്നില്ലേ? ഓ സൃഷ്ടാവേ, ഓ. മതദൈവങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചും തമ്മിലടിപ്പിച്ചും അതിന്റെ രക്തക്കറ പുരണ്ട മതതീവ്രവാദങ്ങൾ അതിൽ മരിക്കുകയും കൈകാലുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ജനങ്ങളുടെ രോദനം നീ കേൾക്കുന്നില്ലേ? ഓ സൃഷ്ടാവേ. അശക്തരായ ഈ പാവങ്ങളുടെ രോദനം, അനീതിയും വഞ്ചനയും കൊലപാതകങ്ങളും നിറഞ്ഞ ഈ ലോകം നീ ഇല്ലാതാക്കണം. അതിന് നിനക്കതിന് കഴിയും. അതിനാണ് എന്റെ ശക്തിയും ഓജസ്സും നൽകി നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. നന്മയും നീതിയും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോകം നീ സൃഷ്ടിച്ചെടുക്കണം. ഈ ജനങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണം. എനിക്കതിന് കഴിയുമോ സൃഷ്ടാവേ? കഴിയും. നിനക്ക് മാത്രമേ അതിന് കഴിയൂ. സത്യവും നീതിയും നിറഞ്ഞൊരു ലോകം അങ്ങേക്ക് വേണ്ടി ഞാൻ സൃഷ്ടിക്കാം. തിന്മയുടെ പ്രലോഭനങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടാകും. അതിനെയെല്ലാം നീ ചെറുത്തു മുന്നേറണം. തിന്മയ്ക്കെതിരെ നന്മയാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ അതിനുവേണ്ടി നിലകൊള്ളും. നിന്നിൽ ഞാൻ വിശ്വസ്തനാണ്. അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. എല്ലാം നിന്നെ ഏൽപ്പിച്ച് ഞാൻ മടങ്ങുന്നു. സൃഷ്ടാവേ, എൻ്റെ ബന്ധനങ്ങൾ. ആ കത്തി നിൽക്കുന്ന ദീപത്തിനരികെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയുടെ താക്കോലുണ്ട്. നീ അതെടുത്ത് സ്വയം സ്വതന്ത്രനാകൂ. നിനക്ക് സാധ്യമല്ലെങ്കിൽ സമയമാകുമ്പോൾ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. അതുവരെ
നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ ആരുടെയെങ്കിലും സഹായത്താൽ നീ സ്വതന്ത്രനായാൽ നിന്റെ ശക്തി ക്ഷയിക്കും. നീ തിന്മയ്ക്ക് അടിമയാകും. വേണ്ട, എനിക്ക് തിന്മ വേണ്ട, എനിക്ക് നന്മ മതി. ഈ ലോകത്തിലെ അരാജകത്വമെല്ലാം ഞാൻ തച്ചുടയ്ക്കും. അരാജകത്വത്തിനെതിരെ നിന്റെ ശബ്ദം, അത് നിന്റെ മോഹം മാത്രം. നടക്കാത്ത ആഗ്രഹങ്ങളും നീ ആഗ്രഹിച്ചോളൂ, നീ ആഗ്രഹിച്ചോളൂ മലയോളം. അപ്പോൾ നിനക്ക് നിരാശ കിട്ടും. നീ ആരാണ്? ഞാനാണ് ഈ ജനങ്ങളുടെ ആനന്ദ ലഹരി. ഏതു നിയമത്തെയും വളച്ചൊടിക്കാൻ കഴിവുള്ളവൻ, ഏതു മതത്തെയും തച്ചുടയ്ക്കാൻ ശക്തിയുള്ളവൻ, ഈ ജനങ്ങൾ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നയിക്കാൻ കഴിവുള്ളവൻ. അതാണ് ഞാൻ. എല്ലാം എല്ലാം ഞാനാണ്. അത് ഞാൻ തകർക്കും. അസത്യവും ക്രൂരതയും നിറഞ്ഞ ഈ ലോകം തച്ചുടയ്ക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിർത്തൂ നിന്റെ അട്ടഹാസം. കാപട്യം നിറഞ്ഞ നിന്റെ ലോകം ഞാൻ ഇല്ലാതാക്കും. അത് നിനക്ക് കഴിയില്ല. ഞാനത് ചെയ്യും. അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. തിന്മയുടെ പർവ്വതങ്ങൾ ഞാൻ തച്ചുടയ്ക്കും. അത് നിന്റെ വ്യാമോഹം മാത്രം. നിർത്തൂ. പോകൂ. എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. നിന്റെ മുമ്പിൽ നിന്ന് മാത്രമല്ല, ഈ ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഇവരുടെ ഇടയിൽ ഞാൻ വസിക്കും. എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാനിവിടെ വളർത്തും. എന്നിട്ടവരെ തളർത്തും, എന്നിട്ടവരെ തകർക്കും. അതാണ് ഞാൻ, അതാണ് ഞാൻ, അത് മാത്രമാണ് ഞാൻ. എന്നെ തകർത്ത് നിനക്ക് മുന്നേറാൻ കഴിയില്ല. എന്റെ ശക്തി നിനക്കറിയില്ല. ആ ശക്തിയും ഞാൻ തകർക്കും. അത് നീ എനിക്കൊരു പ്രതിയോഗിയല്ല. നിന്റെ മാർഗങ്ങൾ ഞാൻ പൊളിച്ചടക്കും. ഇല്ല, അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. സാത്താൻ, അരുത്. നിനക്ക് നേരിട്ട് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ അതിശക്തനും അതിബുദ്ധിമാനുമാണ്. അവനെ നമ്മുടെ കൂടെ കൂട്ടണം. മതം, രാഷ്ട്രീയം, നിയമം, മനുഷ്യൻ എന്നിവയിലൂടെ നിനക്ക് അവനിലെത്താം. അവനെ നമ്മുടെ കൂടെ കൂട്ടാനുള്ള മാർഗങ്ങൾ ആരായി? അതിനുള്ള ശ്രമങ്ങൾ തുടരൂ. ഞാൻ പോകുന്നു, ഞാൻ വരും, നിന്റെ അരികിൽ ഞാൻ വരും. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ ആരാണ്? ഞാനാണ് ജനപ്രതിനിധി, ജനസേവകൻ. ഓഹോ, ജനങ്ങളെ സേവിക്കുന്നവൻ. നോ നോ നോ, ജനങ്ങളെ സേവിക്കുന്നവനല്ല, സേവനം ചെയ്യുന്നവൻ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈ നാടിന്റെ, ഈ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ജനപ്രതിനിധിയാണ് ഞാൻ. ജനപ്രതിനിധി, അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? നാടിനും ജനങ്ങൾക്കും വേണ്ടി നന്മ ചെയ്യുന്നവനായിരിക്കണം ജനപ്രതിനിധി. ജനങ്ങളെ കൊള്ളയടിക്കുന്നവനാകരുത്. അത് എങ്ങനെ വേണമെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ നന്നായി ചെയ്യുന്നുമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യം മതാധിഷ്ഠിതമാക്കാതെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന സംവിധാനമാണ് ജനാധിപത്യം. അതറിയാം. ഈ ജനങ്ങൾ തന്നെയാണ് ഞങ്ങളെ തെരഞ്ഞെടുത്തത്. മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങൾ ജനങ്ങളുടെ വോട്ടുകൾ തേടുന്നു. അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങൾക്ക് വെറുക്കപ്പെട്ടവരായി മാറുന്നു. നീ ഞങ്ങളെ അപമാനിക്കുന്നു. പദവികൾക്ക് വേണ്ടി കൂറുമാറുന്ന നിങ്ങൾക്ക് എന്താ അപമാനം? ജനങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഭരിക്കാൻ കഴിവുള്ളവരാണ് ഞങ്ങൾ. നാണമല്ലേ നിങ്ങൾക്കത് പറയാൻ? രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഒരുപാട് നല്ല നേതാക്കൾ ഉണ്ടായ നാടാണിത്. നിങ്ങൾ അവർക്കൊരു ശാപമാണ്, അപമാനമാണ്. നീ അതിര് കിടക്കുന്നു. അതിര് കിടക്കുന്ന നിങ്ങളുടെ ചൂഷണങ്ങളാണ്. അധികാര ത്രിമൂർത്തികളുടെ തിരുമുൽ കാഴ്ചയ്ക്ക് വേണ്ടി പാവപ്പെട്ടവന് പിടിച്ചോളും നിങ്ങളുടെ ചൂഷണം. ഞങ്ങൾ വിചാരിച്ചാൽ എന്തും സാധ്യമാകും. അറിയാം, അത് തന്നെയാണ് ഈ നാടിന്റെ ശാപം.
കൗമാരം എത്തും മുമ്പ് ദ്രവിച്ചില്ലാതാകുന്ന യുവത്വം, അതിനുവേണ്ടി മുക്കിലും മൂലയിലും മദ്യശാലകൾ, കഞ്ചാവും മയക്കുമരുന്നും മദ്യവും നൽകിയല്ല യുവത്വത്തെ വളർത്തേണ്ടത്. അവർ നാളത്തെ പൗരന്മാരാണ്, അല്ലാതെ രാഷ്ട്രീയ ഗുണ്ടകളല്ല. ഞങ്ങൾ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കി അവർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്. മദ്യവും ലോട്ടറിയും അല്ല നാടിനാവശ്യം. നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാവണം, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം, ഭയം കൂടാതെ ജീവിക്കാൻ കഴിയണം. അതാണ് ഭരണം, അതായിരിക്കണം ഭരണം. നീ നേതാക്കൾക്കെതിരെയാണ് ആക്രോശിക്കുന്നത്. ഞാൻ വിരൽ ചൂണ്ടുന്ന നേതൃത്വ പാഠമുള്ള ഭരണാധികാരികൾക്കെതിരെയല്ല. അവരെ ജനങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. നിന്നെ പോലെ പുഴുക്കുത്തേറ്റ രാഷ്ട്രീയക്കാർ നല്ല ഭരണാധികാരികൾക്ക് അപമാനമാണ്. നീ ജനാധിപത്യത്തെയാണോ കളിയാക്കുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവ്. നിങ്ങൾ ജനങ്ങളെ നയിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ മാത്രമാണ് നീ. എന്റെ കഴിവുകൾ കൊണ്ട് നിന്നെ ഞാൻ ഇല്ലാതാക്കും. കഴിവുകെട്ട ഭരണാധികാരികൾ ജനങ്ങളുടെ ശാപമാണ്. അവർ വരും തലമുറയെ പോലും ഇല്ലാതാക്കും. നിനക്കെന്റെ അധികാരം എന്താണെന്ന് അറിയില്ല. അധികാരം അതൊരു ലഹരിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും, ജനങ്ങളെ വെറുക്കും. പിന്നീട് തന്റേതായ ലോകം മാത്രമായിരിക്കും തന്നെ. നിന്നെ ഞാൻ കാണിച്ചു തരാം. താൻ എന്താണ് ഈ കാണിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ ആരാണ്? ഞാൻ മതപുരോഹിതൻ, ദൈവത്തിന്റെ പ്രതിനിധി. മതം മനുഷ്യനെ മയക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മരുന്ന്, ലോകത്തെ കത്തിയിരിക്കാൻ കഴിയുന്ന ശക്തമായ ആയുധം. നീ എന്താണ് ഈ പറയുന്നത്? നീ മതത്തെ അധിക്ഷേപിക്കുന്നു, വിശ്വാസത്തെ കളിയാക്കുന്നു. വിശ്വാസം യാതൊരു മുതൽ മുടക്കമില്ലാതെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് ലാഭം കൊയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കച്ചവടം. ഞങ്ങൾ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ പേരിൽ ജനങ്ങളെ അടുപ്പിക്കുകയല്ല, അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവനാമത്തിന്റെ പേരിൽ ജനങ്ങളെ ആളിക്കത്തിക്കുന്നു. നിർത്തൂ നിന്റെ ദൈവനിന്ദ. നിങ്ങൾ ശ്രീകോവിലും മോസ്കോയിലെ പള്ളികളിലും ചെലവഴിക്കുന്ന സമയം രോഗികളും വേദന അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലൂ. അവിടെയാണ് ദൈവം, അവരുടെ കൂടെയാണ് ദൈവം. നീ വീണ്ടും മതങ്ങളെ ആക്ഷേപിക്കുന്നു. മതങ്ങളെയല്ല, മതകോമരങ്ങളായി നിലകൊള്ളുന്ന നിങ്ങളെയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ തീർക്കൂ, എന്നിട്ട് മതി ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കാൻ. എന്തു സന്ദേശമാണ് നിങ്ങൾ യുവതലമുറയ്ക്ക് കൊടുക്കുന്നത്? പരസ്പരം തല്ലിടാനോ, ഭിന്നിപ്പിക്കാനോ, വിശ്വാസത്തിന്റെ കെട്ടുറപ്പ് തച്ചുടയ്ക്കാനോ? നീ അതിരുകടക്കുന്നു. നീ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഏറ്റവും വലിയ വിശ്വാസമാണ് അന്ധവിശ്വാസം. അത് മനുഷ്യന് വിശ്വാസത്തിന്റെ അടിമയാക്കുന്നു. തീവ്ര ചിന്തകൾ മനുഷ്യനെ നശിപ്പിക്കുന്നു. പിന്നീട് അതിനുവേണ്ടി എന്തിനും അവൻ തയ്യാറാകുന്നു. നിർത്തൂ നിന്റെ അതിപ്രസംഗം. ദേ, ഈ പാവങ്ങളുടെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. അവരോട് കരുണ വേണം. പാവപ്പെട്ടവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുമ്പോൾ മണിമന്ദിരങ്ങളും സിനഗോഗുകളിലും മേലനങ്ങാതെ ദൈവനാമം പറഞ്ഞ് കഴിയുന്ന നിങ്ങൾക്കാണോ പാവങ്ങളുടെ കരുണ? നീ മതങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു, പുരോഹിത വർഗത്തെ ആക്ഷേപിക്കുന്നു, ദൈവത്തിനെതിരെ നീ കൈ ചൂണ്ടുന്നു. ഞാൻ കൈ ചൂണ്ടുന്നത് മതത്തെയും പുരോഹിതന്മാരെയുമല്ല, നിന്നെ പോലുള്ള കപട കുപ്പായം അണിഞ്ഞിരിക്കുന്നവരെയാണ്. ആ കൈകൾ ഞാൻ മുറിച്ചു മാറ്റും. ഈ ശബ്ദത്തെ ഞാൻ തകർക്കും. ഈ വിശ്വാസ സമൂഹത്തെ നിനക്കെതിരെ ഞാൻ തിരിക്കും. നിങ്ങൾക്കതിന് കഴിയില്ല. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ സമുദായത്തിന്റെ കുപ്പായം? അത് വലിച്ചെറിയൂ, എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലൂ. നീ പക്വതയില്ലാതെ സംസാരിക്കുന്നു. അറിയോ അതിനർത്ഥം? നമ്മെ വേദനിപ്പിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചു വേദനിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരോട് ക്ഷമിക്കുന്നതാണ് പക്വത. ദൈവനാമം പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് അതിന് കഴിയുമോ? നിന്നെ ഞാൻ ഹേയ്, താൻ ആരാണ്? എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ഈ നാടിന്റെ നന്മയെ തേടുന്നു. നന്മയെ തേടാൻ
നീ ആര്? ഈ ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും നേടിക്കൊടുക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ. ഇതൊക്കെ പറയാൻ നീ ദൈവ സൃഷ്ടാവോ? അതെ, ഞാൻ ദൈവസൃഷ്ടി തന്നെ. നിനക്ക് ഭ്രാന്താണ്. ഭ്രാന്തനായ മനുഷ്യന്റെ ജൽപ്പനങ്ങൾ. നിർത്തൂ. മനുഷ്യനെ ഭ്രാന്തനാക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ നിയമങ്ങളാണ്. അതു പറയാൻ നിനക്കെന്ത് അവകാശം? നീ നിയമത്തെ അവഹേളിക്കുന്നു. നിയമം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന നിയമത്തെ 1000 നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടരുന്ന് ഇരുത്തിക്കുറിച്ച നിങ്ങൾക്കാണോ അവഹേളനം? നീ അതിരുകടക്കുന്നു. അധികാരത്തിനും പണത്തിനും വേണ്ടി നിയമങ്ങൾ മാറ്റിമറിക്കുന്ന നിങ്ങളാണ് അതിരുകടക്കുന്നത്. ഞങ്ങൾ നിയമം പഠിച്ചവരാണ്. വിദ്യാസമ്പന്നൻ. വിദ്യാസമ്പന്നൻ. അച്ചടിച്ചു കൂട്ടിയ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കി ഏതെങ്കിലും ഒരു സർവകലാശാല തരുന്ന യോഗ്യതാ പത്രമല്ല വിദ്യാഭ്യാസം. മനുഷ്യനെ മനുഷ്യനായി കാണാനും അവന്റെ വേദനകൾ തിരിച്ചറിയാനുമുള്ള കഴിവാണ് വിദ്യാഭ്യാസം. അത് നിങ്ങൾക്ക് വേണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടത് പണമാണ്. നീ നിയമത്തെ വെല്ലുവിളിക്കുന്നു. നിന്നെ ഞാൻ ജയിലിൽ അടയ്ക്കും. പണമുള്ളവന്റെ കയ്യിലെ നിയമങ്ങൾ കടലാസ കഷ്ണങ്ങളായി മാറുമ്പോൾ പാവപ്പെട്ടവനെ നിങ്ങൾ കഴുകനെ പോലെ വേട്ടയാടുന്നു. കാലകരണപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതൂ. അധികാരം കൈയുള്ളവൻ ആരോ അവനാണ് അധികാരി. ഏതൊരു നിയമവും അവർക്ക് വേണ്ടിയുള്ളതാണ്. എന്താ, നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയോ? ദൈവം തന്ന ദാനമാണ് പിതൃത്വം. ആ ശിശുക്കളെ പോലും ഇല്ലാതാക്കാൻ നിങ്ങളുടെ നിയമങ്ങൾ കൂട്ടുനിൽക്കുന്നു. ആശുപത്രികൾ അറവുശാലകളെ മാറുമ്പോഴും അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു. ആർത്തുമുളയ്ക്കുന്ന മയക്കുമരുന്ന് പുഴുക്കളെ ചങ്ങലക്കിടാൻ ഇവിടെ ഒരു നിയമമുണ്ടോ? അതിനു പറ്റിയൊരു സർക്കാരുണ്ടോ? അതെ, ഞങ്ങൾക്ക് വേണ്ടത് പണമാണ്. അവിടെ നിയമങ്ങൾ പോലും മാറ്റി എഴുതപ്പെടും. നിയമത്തിന്റെ ശക്തി എന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. സൃഷ്ടാവേ, അങ്ങ് എവിടെയാണ്? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഈ ബന്ധനങ്ങൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എന്നെ സ്വതന്ത്രനാക്കൂ. സാത്താൻ 3 ശക്തികളെ ഓരോരുത്തരെയായി അവന്റെ അടുത്തേക്ക് അയച്ചുവെങ്കിലും അവനെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തന്റെ ആവനാഴിയിലെ അവസാനത്തെ ആയുധമെടുത്ത് അവനെ തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആരാണ് നിങ്ങൾ? എന്താണ് വേണ്ടത്? സാറുമാരെ, എന്നെ സഹായിക്കണം. എന്തു സഹായം? കുറച്ച് പണം തന്ന് എന്നെ സഹായിക്കണം. നിനക്ക് പണം തരാൻ നീ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. എൻ്റെ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിലാണ്. അവനെ ചികിത്സിക്കാനായി എൻ്റെ കയ്യിൽ പണമില്ല. എന്നെ സഹായിക്കണം. അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. ഏതൊരമ്മയ്ക്കും അവരുടെ കുഞ്ഞ് തന്നെയാണ് പ്രാണൻ. എൻ്റെ മകനെ രക്ഷിക്കണം. പറഞ്ഞില്ലേ സാധ്യമല്ല എന്ന്. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും അടുത്തു ചെല്ലൂ. സ്വന്തം കുഞ്ഞിന്റെ മരണം മുന്നിൽ കാണുന്ന ഏതൊരു അമ്മയുടെയും നെഞ്ചിലെ വേദന, സാറുമാരെ, അതൊരമ്മയ്ക്കും സഹിക്കാൻ കഴിയില്ല. എന്നെ കൈവിടിയരുതേ. ശരി, ചികിത്സയ്ക്കുള്ള പണം ഞങ്ങൾ തരാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് നീ ചെയ്യണം. കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ കുഞ്ഞാണ് എനിക്ക് വലുത്.
ശരി സാറുമാരെ, ഞാൻ സമ്മതിച്ചു. എങ്കിൽ നീ നിന്റെ പണികൾ തുടങ്ങിക്കൊള്ളു. ഇവിടെ എന്തു ചെയ്യുന്നു? നീ ആരാണ്? ഞാനൊരു സ്ത്രീ, അമ്മയാണ്, സ്നേഹമാണ്. സ്നേഹം. വിശന്ന് കരയുന്ന കുഞ്ഞിന് വിഷം വാരി കൊടുത്ത് മറ്റൊന്ന് തേടിപ്പോകുന്ന അമ്മ, അത് സ്നേഹം. ആത്മാർത്ഥ സ്നേഹത്തിന്റെ അനന്തതയിൽ കാമുകനെ ചതിച്ചു കൊല്ലുന്നതും സ്നേഹം. നൊന്ത് വളർത്തിയ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ടു തള്ളുന്നതും സ്നേഹം. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മക്കളെ പോലും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നതും സ്നേഹം, സ്നേഹം, സ്നേഹം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സ്നേഹം അത് പവിത്രമാണ്. ഹൃദയങ്ങൾ ഒന്നാവുന്ന ദിവ്യമായ ഒന്ന്. അത് ജീവിതമാണ്, ആനന്ദമാണ്. അത് നൽകുന്നവർക്ക് കിട്ടുന്നത് വേദനകൾ. സ്നേഹദായകരാകാം. സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. അവിടെ നിങ്ങൾ തോറ്റുപോകും. അവർ നിങ്ങളെ തകർക്കും. നമ്മെ തകർക്കാൻ എളുപ്പം ശത്രുവിനല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവറ്റകളെ പോലുള്ള മിത്രങ്ങൾക്കാണ്. നിങ്ങൾ എന്തിനെന്നെ പഴിക്കുന്നു? ആരെയും സ്നേഹിക്കുകയും പ്രേമിക്കുകയും ചെയ്യാത്തതുകൊണ്ട് തോന്നുന്നതാ ഇതൊക്കെ. പ്രേമം ലോകം ഇന്നേ വരെ കണ്ടതിൽ വച്ച് ഏറ്റവും ആനന്ദലഹരി. ആദ്യം സന്തോഷത്തിന്റെ കൊടുമുടിയിൽ ലോകം നമ്മളിലേക്ക് ചുരുങ്ങിയെന്നൊരു തോന്നൽ. പിന്നെ എല്ലാം അവരായിരിക്കും നമുക്ക്. പിന്നീട് അവഗണിക്കും, വേദനിപ്പിക്കും, കരയിപ്പിക്കും, പിന്നെ തകർക്കും. ആത്മാർത്ഥമായി പ്രേമിച്ചവർ അവിടെ ഇല്ലാതാകും. അഭിനയിച്ചവർ മാത്രം രക്ഷപ്പെടും. ആത്മാർത്ഥത എവിടെ കാണിക്കുന്നുവോ അവിടെ നിങ്ങൾ വേദനിക്കേണ്ടി വരും. ആർക്കും കൊടുക്കാത്തൊരു സ്നേഹം നാം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആരും തരാത്തൊരു വേദന കൂടി തരാനുള്ള അവസരം കൂടിയാണ് നാം അവർക്ക് കൊടുക്കുന്നത്. പ്രേമം ചതിയാണ്, വഞ്ചനയാണ്. അവിടെ സ്വാർത്ഥതയുണ്ട്, വിദ്വേഷമുണ്ട്, വാശിയും വൈരാഗ്യവുമുണ്ട്. അതൊക്കെയാണ് പ്രേമം. കരുണ, അനുകമ്പ, സഹനം എന്നിങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ ചേർന്നതാണ് സ്ത്രീ. ചതി, വഞ്ചന, കാപട്യം എല്ലാം നിറഞ്ഞതാണ് നിന്നെ പോലെയുള്ള സ്ത്രീകൾ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനൊന്ന് തൊട്ടോട്ടെ? വേണ്ട, അടുത്തു വരരുത്. ഏതൊരു ബ്രഹ്മചര്യത്തെ പോലും തകർക്കാൻ കഴിയുന്നവളാണ് നീ. നീ അടുത്തു വരരുത്. എനിക്കല്പം വെള്ളം തരൂ, വല്ലാതെ ദാഹിക്കുന്നു. ഈ ബന്ധനത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കാമോ? ചെയ്യാം. എവിടെയാണ് താക്കോൽ? ആ ദീപത്തിനരികെ. എന്തിനാണ് ഈ ബന്ധനങ്ങൾ? തിന്മയ്ക്കെതിരെ.
മറ്റൊരു ഹൃദയമിടിപ്പിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നെന്ന തിരിച്ചറിവ്. ഹൃദയങ്ങളോട് ചേരുമ്പോൾ സൗഹൃദങ്ങളുണ്ടാകുന്നു. അതിൽ നല്ല സൗഹൃദങ്ങളിൽ നിന്നും പ്രണയമുണ്ടാകുന്നു. അതിൻ്റെ സൗന്ദര്യം മറ്റൊന്നിനും ഉണ്ടാകില്ല. എല്ലാം നേടിയെന്നൊരു തോന്നൽ. അവിടെ സ്വാർത്ഥതയില്ല, മത്സരങ്ങളില്ല, വിട്ടുകൊടുക്കലും കൊടുക്കൽ വാങ്ങലും മാത്രം. അവിടെ പരിഭവങ്ങളും പരാതികളും ഉണ്ടാവും. അതില്ലെങ്കിൽ അതൊരു അഭിനയം മാത്രം. യഥാർത്ഥ പ്രണയത്തിൽ മനസ്സുകൾ വായിച്ചെടുക്കാൻ കഴിയും. പ്രണയം അടുക്കോളമല്ല, മരിക്കോളം. അതാണ് പ്രണയം, മനസ്സുകൾ തമ്മിലുള്ള പ്രണയം. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ. നീയാണ് എല്ലാം എന്നിൽ, നീയില്ലാതില്ല മണ്ണിൽ, നിന്നിലായി ചേർന്നിലയിക്കാൻ അനുവദിക്കൂ. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ. നീ എൻ്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീ എൻ്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീയില്ലേ ദുനിയാവ് നരകമാണ്. നീയില്ലേ ദുനിയാവ് നരകമാണ്. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ. ഏയ് ആനന്ദമേ, പോവുകയാണ്. സന്തോഷമേ, പോവുകയാണ്. പോകരുത്, 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 പോകരുത്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു. കൊള്ളാം, വളരെ മനോഹരമായിരിക്കുന്നു. ഞങ്ങൾക്ക് കഴിയാത്ത നിനക്ക് സാധിച്ചു. നിന്നെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. തരാമെന്ന് പറഞ്ഞ പണം ഇത് പറഞ്ഞ പണമില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. പറഞ്ഞ പണം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. വാക്ക് മാറ്റരുത് സാറുമാരെ. പറഞ്ഞത്ര പണം കിട്ടുമെന്ന് കരുതിയാണ് ഞാനിത് ചെയ്തത്. ഇല്ല, ഇതുകൊണ്ട് പോയിക്കൊള്ളുക. ഇത് ചതിയാണ്. അതിലും വലിയ ചതിയല്ലേ നീ ചെയ്തത്. ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അറിയാം. അതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ശിക്ഷ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ചെയ്തത് നീയല്ലേ? മരണത്തോട് മല്ലിടുന്ന കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഏതൊരു അമ്മയുടെയും നെഞ്ചിലുണ്ടാകുന്ന പിടിച്ചിലുണ്ടല്ലോ സാറുമാരെ.
അപ്പോ ഏതൊരു അമ്മമാരും എന്തും ചെയ്തു പോകും. നിങ്ങൾ എന്നെ പറഞ്ഞ് ചതിക്കുകയായിരുന്നു. അതുകൊണ്ട് പോകാൻ നോക്കൂ നീ. സാറുമാരെ, പറഞ്ഞ പണം തരൂ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കട്ടെ. പോകാൻ പറഞ്ഞില്ലേ? ഇനി തരാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. പോ. സകലമാന ദൈവങ്ങളെ, എന്നോട് പൊറുക്കണേ. ക്ഷമിക്കാൻ പറ്റാത്ത അപരാധമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. എന്നോട് ക്ഷമിക്കണേ, മാപ്പ് തരണേ. മാപ്പ് 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 മാപ്പ്. ഇത് നമ്മുടെ വിജയം, നമ്മുടെ മാത്രം വിജയം. സാത്താന്റെ പരീക്ഷണങ്ങൾ വിജയിക്കുന്നു. സൃഷ്ടി തിന്മയ്ക്ക് അടിമയാകുന്നു. ഇന്നത്തെ യുവതലമുറയുടെ ശാപമായ മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമപ്പെടുന്നു. എന്റെ തന്ത്രങ്ങളിൽ ഇവൻ വീണു. ഇവനെ ഞാൻ വീഴ്ത്തി. നന്മയുടെ വൻമരവിത വീണ് കിടക്കുന്നു. ഏതു വലിയ ശക്തിയെയും ഞാൻ തകർക്കും. തിന്മയെ തകർക്കാൻ നിങ്ങളെയും ഞാൻ അനുവദിക്കില്ല. നന്മയ്ക്കെതിരെയാണ് എന്റെ യുദ്ധം. ഞാൻ വിജയിച്ചു. എല്ലാം ഞാൻ നേടും. എല്ലാം ഞാൻ തകർക്കും. ഈ ലോകം എന്റെ കാൽച്ചുവട്ടിലാണ്. വരൂ ജനമേ, എന്നിലേക്ക് വരൂ. നിങ്ങളുടെ ആനന്ദം, സന്തോഷം, ആഹ്ലാദം എല്ലാം ഞാനാണ്. എന്നിലൂടെയാണ്.
സൃഷ്ടി, നീ എന്താണ് ഈ ചെയ്തത്? നന്മയ്ക്കായി സൃഷ്ടിച്ച നീ തന്നെ ക്രൂരമായ തിന്മ ചെയ്തു. സൃഷ്ടാവേ, അരുത്, അരുത്, എനിക്കൊരു തെറ്റുപറ്റി, അരുത്. ഇല്ല, നിനക്ക് മാപ്പില്ല. നന്മയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും നീ തെറ്റ് ചെയ്തു. നിനക്ക് മാപ്പില്ല. അരുത് സൃഷ്ടാവേ, അരുത്. അങ്ങേക്ക് കീഴ്പ്പെട്ട് അങ്ങയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഞാൻ ഇനി ജീവിച്ചോളാം. എന്നോട് പൊറുക്കണേ. വേണ്ട, നീ അതിനി യോഗ്യനല്ല. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എന്നെ ഇല്ലാതാക്കരുത്. ഇല്ല, പാപത്തിന്റെ പ്രതിഫലം മരണമാണ്. അത് നീ ഏറ്റുവാങ്ങിക്കൊള്ളണം. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, കൊല്ലരുത്. ഓ ഓ നിന്റെ നാശത്തിലേക്ക്. നീ എന്റെ ജീവനായിരുന്നു, എന്റെ സന്തോഷമായിരുന്നു. ഇതല്ലാതെ എനിക്കൊന്നും കഴിയില്ല. നിന്റെ നാശം നീ ഏറ്റുവാങ്ങിയതാണ്. ഓ ഓ ഓ പോകാ.